ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആയ രണ്ടാൾക്കാരായി മാറിയത്. ചേട്ടന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടില്ലേ ജീവിതത്തില്? അത് ഉണ്ടാവാതിരിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടു. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ ജനിച്ച് നമ്മൾ രണ്ടുപേരും ഇപ്പം ചില ആൾക്കാരിപ്പോൾ ഇപ്പം ഉദാഹരണത്തിന് അച്ഛനെ കണ്ടിട്ട്, ഞാൻ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ദുശീലങ്ങളും ചീത്ത കാര്യങ്ങളും പഠിച്ച ആളാണ്. ഓക്കെ, അതായത് അച്ഛൻ്റെ ചീത്ത സൈഡ് പഠിക്കുമല്ലോ. അച്ഛൻ പുകവലിക്കുന്ന കണ്ടിട്ട് അച്ഛനെ പോലെ വലിക്കണം. ചേട്ടൻ നേരെ തിരിച്ചാ, അച്ഛൻ പുകവലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും അയാളെ പോലെ പുകവലിച്ച ആരോഗ്യം കെടുത്താൻ പാടില്ല എന്ന് തീരുമാനിക്കും. രണ്ട് പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസമുണ്ട്. അച്ഛൻ രണ്ടെണ്ണം അടിക്കുന്ന കാണുന്ന സമയത്ത് ഞാൻ രണ്ടെണ്ണം അടിക്കും ഇങ്ങനെ അതൊരു ഏട്ടൻ അത് കണ്ടു. രണ്ട് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഏട്ടൻ തീരുമാനിക്കുന്നു, ഇനി മദ്യപിച്ച് നോക്കൂ, അയാളെന്ന് മദ്യപിച്ച് എന്തൊക്കെയാണ് അയാൾ കാണിച്ചു കൂട്ടുന്നത്. അതായത് അല്ല, അപ്പം ഇത് രണ്ടിൻ്റെയും കാഴ്ചപ്പാടില്ല. നമ്മൾ ഒരാളെ കണ്ട് നമ്മൾ അതിൻ്റെ ഫാനായി മാറുന്നതും ഒരാളെ കണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നതും അപ്പം രണ്ട് കാഴ്ചപ്പാടാണ്. അപ്പം ഇത് കുഞ്ഞുനാൾ മുതലേ നമുക്കിടയിൽ ഈ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ അന്ന് കണ്ടതൊക്കെ ഞാൻ സ്വീകരിച്ച് നമ്മൾ ആ വഴിക്ക് ആ റൂട്ടിൽ പോയി കുത്തുവാള എടുത്ത് തെറ്റി തിരിഞ്ഞ് അവസാനം എങ്ങനെയൊക്കെയോ സിനിമയിലെത്തി. അത് പുള്ളി തന്നെയാണല്ലോ നമ്മളെ സിനിമയെ കൊണ്ടുവന്നത്. എങ്ങനെയെങ്കിലും അനിയൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ചേട്ടാ സിനിമയിലേക്ക് കൊണ്ടുവന്നത്? അവിടേക്ക് ഇങ്ങനെ നന്നാവട്ടെ അല്ലേ? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അങ്ങ് ആലോചിച്ച് നോക്കും. തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ഇത്ര സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തു പുള്ളി. അതിനുശേഷമാണ് തിര എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. എന്നെ പോലത്തെ ഒരു അലവലാദീനെ സിനിമയെ കൊണ്ടുവരണം എന്ന് പുള്ളി ഒരാൾ ചിന്തിക്കുമോ? കാരണം ഒന്ന് സിനിമയോട് യാതൊരു പാഷനും ഇല്ലാന്ന് പുള്ളിക്കറിയാം. തലതെറിച്ച ആൾക്കാരെയൊക്കെ കൊണ്ട് സിനിമയിലോട്ടാണ് കൊണ്ടുവരുന്നത്. അല്ല, അങ്ങനെയൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരു ബുദ്ധിയില്ലാത്ത വ്യക്തിയാണ് വിനീത് ശ്രീനിവാസൻ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അല്ല. പരിചയമുണ്ടല്ലോ, ഇത്രയും കണ്ണിങ് കള്ളത്തരേ പറയുവായ തുറന്ന അങ്ങനെയുള്ളൊരു മനുഷ്യൻ സ്വന്തം സിനിമ എന്നുവെച്ചാൽ അത്രയും സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തതിന് ശേഷം അടുത്ത തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് സിനിമയ്ക്ക് ശേഷം തിര എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുക. അപ്പോൾ 10 പൈസയുടെ അഭിനയവും ഒന്നും ഇല്ലാത്ത ഒരാളെ പിടിച്ചിട്ട് ആ റോള് ചെയ്യാൻ വിളിക്കുമോ? ഇല്ല, വിളിക്കൂല. കാരണം സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമ അതിനേക്കാളും ഹിറ്റ് ആവണം, വലുതാവണം. ഓക്കെ, അതും ശോഭന ചേച്ചിന്റെ ഓപ്പോസിറ്റ് എന്നെ പോലത്തെ ഒരാളെ പിടിച്ചിടുമ്പോൾ പുള്ളി 100 തവണ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? കാരണം അത്രയും നല്ല നടനായത് പുള്ളി ഒന്നും കൊണ്ടല്ല. ഞാൻ പറയട്ടെ, അന്ന് ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അത് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ കാശും ഇതാക്കിയിട്ട് പുള്ളീനെ പറ്റിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. അതിൽ ആർട്ടിസ്റ്റിന് കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ അഭിനയിച്ചു, ഒരു വഴിയില്ലാതെ. കാരണം അതിൻ്റെ കാശടക്കം ഞാൻ മുക്കി. അപ്പോൾ ഞാൻ അഭിനയിച്ചത് കണ്ടിട്ട്, അപ്പോൾ എനിക്കിത് പുള്ളിനെ കാണിക്കാൻ വേണ്ടി, കാരണം ഞാനാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ഈ അഭിനയം കണ്ടിട്ട് പുള്ളി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, ഞാൻ കണ്ടു ആ ഷോർട്ട് ഫിലിം, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന്. താങ്ക് യു. പുള്ളിയുടെ കാശ് മുക്കിയതാ ഞാൻ, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പുള്ളി വന്ന് പറഞ്ഞത്, ഞാൻ ഒരു സിനിമ തട്ടത്തിൻ മറയത്ത് ഞാൻ സിനിമ തിരാന്നാണ്, അങ്ങനെ പേരിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൽ ഇന്ന് ചെയ്യാം എന്നെ റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ അടുത്ത്.